മെത്തനോയിയ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരിഞ്ഞു നോക്കാൻ അവനെ പ്രേരിപ്പിച്ചു. കർത്താവിലേക്കുള്ള തിരിച്ചു വരവാണ് മാനസാന്തരം. തിരിച്ചു വരൽ അനിവാര്യമാക്കുന്നത് നിലവിലുള്ള അവസ്ഥ അഭികാമ്യമല്ല എന്ന ബോധ്യമാണ്. ഇതിന് നല്ല ഉദാഹരണമാണ് ധൂർത്തപുത്രന്റെ ഉപമ. സന്തോഷം തരുമെന്ന് പ്രതീക്ഷിച്ചതൊന്നും അവന് യഥാർത്ഥ സന്തോഷം നൽകിയില്ല. പ്രത്യേക കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം. ഈ അവസ്ഥയാണ് അവനിൽ മാനസാന്തരം ഉളവാക്കിയത്. ഇത് പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവനെ പ്രേരിപ്പിച്ചു. പിതൃഭവനത്തിലേക്ക് ഓടാനും ഇത് അവന് ധൈര്യം നൽകി. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ നാം സംതൃപ്തരാണ്. ഇല്ലെങ്കിൽ അതിന് കാരണം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്തല്ല എന്നതാണ്. സ്വപുത്രനെ നമ്മുടെ പാപപരിഹാര ബലിയാക്കാൻ മാത്രം നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാനുള്ള സന്ദർഭമല്ലേ ഈ 50 നോമ്പുകാലം? യോയേൽ പ്രവചനം 2:12 കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. ഈ തിരുവചനത്തിലൂടെ നമ്മെ മാനസാന്തരത്തിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന കർത്താവിന് ഹൃദയം തന്നെ നൽകിക്കൊണ്ട് നമുക്ക് പ്രത്യുത്തരം നൽകാം. ദൈവത്തിന് സ്തുതി.